ശരിയാ, നമ്മുടെ സമൂഹത്തില് പെണ്ണ് കുറച്ച് ത്യാഗം ചെയ്യണം. ഇവൾ ഇനി എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടേ? ആ കുടുംബത്ത് ഇത്രമാത്രം കണ്ണീര് കുടിക്കാൻ ഇവൾക്ക് നിങ്ങൾ കണ്ട അയോഗ്യത എന്താ? സമ്പന്നനായ ഒരാള് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു താലി ചരടെടുത്ത് കഴുത്തിൽ ഒരു കുരുക്ക് കുറിക്കുക ആയുഷ്കാലം മുഴുവനും തടവിലിടാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. എപ്പോഴെങ്കിലും ഏട്ടൻ ചോദിച്ചിട്ടുണ്ടോ ഇവളുടെ ജീവിതത്തെ കുറിച്ച്? ഇവൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോന്ന്? ഒരു വിവാഹ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഇവൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ഉണ്ടോ? പണ്ട് രാജാക്കന്മാര് അവരുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി കുറെ അധികം പെണ്ണുങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് അന്തപുരത്തിൽ ചേർക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിന് എന്ത് വ്യത്യാസ ഏട്ടനുള്ളത്? വെറും പക തീർക്കാൻ, ഏട്ടന് മനസ്സിൽ തോന്നിയ വൈരാഗ്യം തീർക്കാൻ. അല്ലാതെ ഇവളെ താലി കെട്ടിയതിനോ കൂടെ നിർത്തുന്നതിനോ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആദ്യം നിർത്ത നന്ദിനി, ഇനി ഇത് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നീ ഇങ്ങനെ ആരുടെ അടുക്കളയിൽ കിടന്ന് വെറുതെ ചത്തൊടുങ്ങേണ്ട പെണ്ണല്ല. നിന്നെ എനിക്ക് അടുത്തറിയാം. ജീവിതത്തിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെന്നും എനിക്കറിയാം. അത് കൂടെ ജീവിക്കുന്നു എന്ന് അഭിനയിക്കുന്ന ഒരാള് മനസ്സിലാക്കിയാലല്ലേ പറ്റൂ. സമ്പന്നമായൊരു വീട്ടില് വലിയൊരു മുറിയില് ഒന്നിച്ച് താമസിക്കാൻ സമ്മതിക്കുന്നതോ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്നതോ ഒരു പെണ്ണിന് കൊടുക്കാവുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് പോലും അത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്നും മനുഷ്യത്വമല്ല ഏട്ടാ, ഇത് സ്നേഹമല്ല. ഇത് ഇവളെ കൊല്ലാക്കൊല ചെയ്യല. യഥാർത്ഥത്തില് ഏട്ടന്റെ അമ്മയല്ല, ഏട്ടനാ ഇവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. ഇവളുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ എനിക്ക്. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു തരി സ്നേഹം പോലും ഇവളോടില്ലെങ്കിൽ ഇന്ന് നിർത്തണം ഈ അടിമത്തം. ഇവള് അവളുടെ കുടുംബവുമായി അവൾക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് തീർത്തോട്ടെ. ഏട്ടനും ഏട്ടന്റെ അമ്മയും തമ്മിലുള്ള വൈരാഗ്യത്തില് ഇവൾക്ക് ഒരു പങ്കുമില്ല. അത് തീർക്കാനുള്ള വാശി ഏട്ടന് മാത്രം, ഇവൾക്കതില്ല. ഇനിയെങ്കിലും ഇവളോട് കുറച്ച് സത്യസന്ധത കാണിക്ക്. സ്നേഹം പുരട്ടിയ വാക്കുകളൊന്നും വേണ്ട. ആത്മാർത്ഥതയുള്ള വാക്കുകൾ മതി. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലായിരുന്നു. കാരണം ഇവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഒരു കൂട്ടുകാരിയെ പോലെയോ കൂടപ്പിറപ്പിനെ പോലെയോ എനിക്ക് ഇവളെ അത്രയ്ക്ക് ഇഷ്ടം. ഇവളെ ആരും ചവിട്ടി അരയ്ക്കുന്നത് കാണാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം. നീ കൂടെ ചെല്ലേ.